നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ പ്രസാദം. കലിയുഗത്തിൽ ഏറ്റവും അനുയോജ്യം മന്ത്രജപത്തിനാണ് എന്നാണ് പറയുന്നത്. നിരന്തരമായ മന്ത്രജപം കൊണ്ട് അന്ധകരണ ശുദ്ധി വന്ന ഹൃദയത്തിൽ ഈശ്വര ചൈതന്യം പ്രകാശിക്കും. അതിലൂടെ മംഗളകരമായ ആനന്ദം അനുഭവിക്കാൻ കഴിയും. മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈ ആനന്ദമാണ്. അന്ധകരണ ശുദ്ധിയിലേക്ക് എത്താനുള്ള ഏറ്റവും ശ്രേഷ്ഠമാണ് ഓം നമഃ ശിവായ എന്ന മന്ത്രം. ശ്രീ പരമേശ്വരനെ നമസ്കരിക്കുന്നു എന്നാണ് മന്ത്രത്തിൻ്റെ ശബ്ദാർത്ഥം. ശിവശബ്ദത്തിന് മംഗളം എന്നർത്ഥം. ഈ ലോക ജീവിതത്തിൽ മംഗളമായ എന്തും സാധിപ്പിക്കുന്ന മന്ത്രം, അമംഗളകരമായ എന്തിനേയും തടയുന്ന മന്ത്രമാണ് നമഃശിവായ. ജന്മജന്മാന്തരങ്ങളായ കർമ്മബന്ധങ്ങൾ നമ്മെ പിന്തുടരുന്നു. ശി എന്ന ശബ്ദം കൊണ്ട് ആധ്യാത്മിക ദുഃഖവും, വ എന്ന ശബ്ദം കൊണ്ട് ആദി ഭൗതിക ദുഃഖവും, യ എന്ന ശബ്ദം കൊണ്ട് ആദി ദൈവിക ദുഃഖവും അകറ്റപ്പെടും. മനുഷ്യ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ഈ താപത്രയങ്ങളിൽ പെടും. അവയുടെ ശാന്തിയാണ് നമഃശിവായ എന്ന മന്ത്രജപത്തിലൂടെ ലഭിക്കുന്നത്. സർവമംഗള സ്വരൂപനും പരബ്രഹ്മ സ്വരൂപനുമാണ് ശിവൻ. അങ്ങനെയുള്ള ശിവനെ നമസ്കരിക്കുന്നതാണ് നമഃശിവായ മന്ത്രം. ശിവശബ്ദത്തിന് പ്രകാശസ്വരൂപൻ എന്നും അർത്ഥമുണ്ട്. അജ്ഞാനത്തിൽ മുഴുകി കഴിയുന്നവർക്ക് ജ്ഞാനപ്രകാശം ചൊരിയുന്ന മന്ത്രമാണ് ഓം നമഃ ശിവായ. യഥാർത്ഥ ജ്ഞാനം നേടുമ്പോഴാണ് മനുഷ്യൻ ആനന്ദം അനുഭവിക്കുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാരന്റെ രാമായണ പാരായണം കേൾക്കാം. മണ്ണിനു കീഴായി കൃമികളായി പോകലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വങ്മാംസരക്താസ്ഥി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിക നീ ലക്ഷ്മണ. ഇനി രാമായണ ദർശനം. ആക്രമിക്കാൻ തക്കം പാർത്ത് പിന്നാലെ വരുന്ന പെൺകടുവയെ പോലെ രോഗവും ജരയും മരണവും ഈ ശരീരത്തെ ഏത് നിമിഷവും കീഴ്പ്പെടുത്തുമെന്ന് ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്ന സന്ദർഭമാണ് സ്വാമി ചിദാനന്ദപുരി ഇന്ന് രാമായണ ദർശനത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ലോകമിഥ്യാത്വത്തെ, വിഷയങ്ങളുടെ നൈമിഷികതയെ എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ലക്ഷ്മണനുള്ളിൽ സൂക്ഷ്മ വിചാരം ജനിപ്പിക്കുന്നതിനുള്ള ഉപദേശമാണ് ശ്രീരാമൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ നമ്മൾ പഠിച്ചത് രോഗങ്ങളാകുന്ന ശത്രുക്കൾ നിശ്ചയമായും ഈ ദേഹത്തെ നശിപ്പിക്കും. പെൺകടുവയെപ്പോലെ ജര സദാ നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴാണ് തക്കം കിട്ടുന്നതെന്നാൽ അപ്പോൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മരണവും. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു. ഇവിടെ രോഗവും ജരയും മാത്രമല്ല, മരണവും എപ്പോഴും പിരിയാതെ നമ്മുടെ കൂടെയുണ്ട്.
മരിക്കുന്ന നേരം വരികയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ജനിക്കുന്ന നിമിഷം മുതൽ എപ്പോഴാണ് ഇയാളെ പിടിക്കേണ്ടത് എന്ന നിലയ്ക്ക് തക്കം പാർത്ത് ഛിദ്രം പാർത്ത് മരണവും തൻ്റെ കൂടെ തന്നെയുണ്ട്. ഇങ്ങനെ രോഗങ്ങളാലും ജരയാലും മൃത്യുവിനാലും ഗ്രസിക്കപ്പെടുന്നതാണ് ഹേ ലക്ഷ്മണ ഈ ജീവിതം. ഇത് നീയൊന്ന് ഓർക്കൂ. എന്നാൽ ഇത്ര നശ്വരമാണ്, അസ്ഥായിയാണ് ഈ ജീവിതമെങ്കിലും എന്താണ് നമ്മുടെ നിലപാടുകൾ? ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്ന ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹം എന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ഠിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഈ ദേഹം നിമിത്തമായിട്ട് അഹങ്കാരത്തോടു കൂടി ജനങ്ങൾ മോഹിക്കുകയാണ്. ഈ ലോകത്തിലെ നമ്മുടെ മോഹത്തിന് ആസ്പദം ഈ ദേഹം തന്നെയാണ്. ആദ്യം തന്നെ ദേഹസംബന്ധിയായിട്ട് ഞാൻ ആണെന്നും പെണ്ണെന്നും അഥവാ നപുംസകമെന്നും കറുത്തിട്ടെന്നും വെളുത്തിട്ടെന്നും തടിച്ചിട്ടെന്നും മെലിഞ്ഞിട്ടെന്നും ഇങ്ങനെ ഇനി മറ്റൊരു പ്രകാരത്തിൽ ചെയ്യുന്ന തൊഴിലിനോട് ബന്ധപ്പെടുത്തി ഞാൻ ഇന്നാളാണ്, ഞാൻ രാജാവാണ്, ഞാൻ മന്ത്രിയാണ്, ഞാൻ വ്യവസായിയാണ്, ഞാൻ കൃഷിക്കാരനാണ്, അങ്ങനെ പല ഞാൻ സന്യാസിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്. ഇങ്ങനെ ശരീരസംബന്ധിയായി ഒട്ടനവധി സങ്കല്പങ്ങൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തീർത്തും ദേഹാഭിമാനത്തിൽ ഇരുന്നിട്ട് ബ്രാഹ്മണോഹം, ഞാൻ ബ്രാഹ്മണനാകുന്നു എന്ന് അഭിമാനിക്കുന്നു. വാസ്തവത്തിൽ വേദജ്ഞനാണ് ബ്രാഹ്മണൻ, വേദസാരം ഗ്രഹിച്ചവനാണ് ബ്രാഹ്മണൻ. ആ തത്വം മനസ്സിലാക്കാതെ കേവലം ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണ്യം അധ്യാരോപിച്ച് ഞാൻ ബ്രാഹ്മണനാണെന്ന് അഭിമാനിക്കുന്നു. അഥവാ നരേന്ദ്രോഹം, ഞാൻ രാജാവാകുന്നു, ഞാൻ നരേന്ദ്രനാണ്, രാജാവാകണം. ആഢ്യോഹം, ഞാൻ ആഢ്യനാണ്. ആഢ്യത പലതുകൊണ്ട് വരാം. സമ്പന്നത കൊണ്ടാണ് ഏറെയും ആഢ്യത പറയപ്പെടുന്നത്. ലോകത്തിൽ സമ്പന്നൻ ആഢ്യനായി മാനിക്കപ്പെടുന്നു. അതാണ് പതിവ്. ഏത് സദസ്സിലും ഏത് സമൂഹത്തിലും സമ്പന്നൻ ആദരിക്കപ്പെടുന്നു ആഢ്യനായിട്ട്. ഇനി ചിലപ്പോൾ ചില ആചാര മഹിമ, ചില കുലമഹിമകൾ, ഇതൊക്കെ ആഢ്യത പറയപ്പെടുന്നതിന് കാരണമാകാം. എന്നിട്ട് ഞാൻ രാജാവാണ്, ഞാൻ ആഢ്യനാണ്, ഞാൻ ബ്രാഹ്മണനാണെന്നിങ്ങനെ അഭിമാനിക്കുന്നതോ കേവലം ഈ മജ്ജാസ്തി മാംസ മലമൂത്രമായ പാത്രത്തിൽ. അപ്പം ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ നരേന്ദ്രനാണ്, ഞാൻ ആഢ്യനാണെന്ന് ആമ്രേഡിതം കലർന്നിടും ദശാന്തരെ. ആമ്രേഡിതം ആവർത്തിച്ച് പറയുക. ആമ്രേഡിതം ചെയ്യുക എന്ന് പറഞ്ഞാൽ പറഞ്ഞതിനെ തന്നെ പറയുക. അതാണ് ആമ്രേഡിതം ചെയ്യുക. ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കാറ്റ് പോകുന്നു. അങ്ങനെ കാറ്റ് പോയാലോ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല. ഇങ്ങനെയൊരു ദശാന്തരത്തിൽ ഇപ്രകാരം ഞാൻ ബ്രാഹ്മണനാണെന്നും മറ്റും അഭിമാനിച്ചിരിക്കുമ്പോൾ മരിച്ചു. ഇനി ആ ശരീരം എന്താകും? ബ്രാഹ്മണത്വത്തിനും രാജത്വത്തിനും ആഢ്യത്വത്തിനും ആധാരമായിരുന്ന ആ ശരീരം ഏതെങ്കിലും ജന്തുക്കൾ ഭക്ഷണമായിട്ട് കഴിക്കും. അങ്ങനെ ജന്തുക്കൾ ഭക്ഷിച്ചാലോ അത് അവരുടെ മലമായിട്ട് പുറത്തേക്ക് പോകും. ഇപ്പം ഞാനെന്നുള്ള അഭിമാനത്തിന് ആസ്പദമായ ശരീരം ഇപ്പോൾ ജന്തു ഭക്ഷ്യമായി. അങ്ങനെ ജന്തുഭക്ഷ്യമായി കുറച്ചു നേരം കഴിഞ്ഞാൽ അത് ജന്തുവിൻ്റെ മലമായിട്ട് പുറത്തേക്ക് പോകും. ചിന്തിക്കുക ഒരു നിമിഷം. അല്ലെങ്കിൽ വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല, അല്ലെങ്കിൽ കത്തി വെണ്ണീറായി മാറും.
ഒരു പിടി ചാരം, അത്രയേ ഉള്ളൂ. ഓരോ വ്യക്തിയും മരിച്ച് ശരിയായ രീതിയിൽ ദഹിപ്പിച്ചാൽ ഒരു പിടി ചാരമേ ഉണ്ടാവുള്ളൂ എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കേൾക്കുന്ന ആരെങ്കിലും അത് പരീക്ഷിച്ച് നോക്കിയാൽ തിരക്കേടില്ല. അവനവൻ്റെ ചാരാട്ടുവോ വേറൊരാളുടേതല്ല, അവനവൻ്റെ ഉള്ളം കയ്യിൽ കൊള്ളാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത്രേ ചാരം. ഇപ്പോൾ ചിലർ പറയും അങ്ങനെയൊന്നും അല്ല, മുത്തശ്ശനെ കത്തിച്ചപ്പോൾ കുറേ വെണ്ണീർ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പറയും. അത് വിറകിൻ്റെയാണ്, അല്ലാതെ ശരീരത്തിൻ്റെ അല്ല. ഇനി 100% ഭസ്മമായിട്ടില്ലെങ്കിലും കുറച്ചധികം കാണും. എന്നാൽ 100% കത്തിക്കഴിഞ്ഞ് ചാമ്പലായാൽ അവനവൻ്റെ ഉള്ളം കൈ കൊള്ളാനേ ആ വെണ്ണീർ ഉണ്ടാവുള്ളൂ. ഇതാ നമ്മുടെയൊക്കെ അഭിമാന സ്ഥാനം. അതുകൊണ്ട് ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. അഥവാ മറ്റ് ജന്തുക്കൾ കഴിച്ചിട്ടുമില്ല, വെണ്ണീറും ആയിട്ടില്ല, എങ്കിലോ മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. മണ്ണിൻ്റെ താഴെ, അതായത് കുഴിച്ചിട്ടു, ദഹിപ്പിക്കാത്തവർ കുഴിച്ചിട്ടെന്ന് വരും. കുഴിച്ചിട്ടാലോ ലക്ഷക്കണക്കിന് കൃമികൾക്ക് ഭക്ഷണമാകും. അങ്ങനെ കൃമികൾ തടിച്ചു കൊഴുത്ത് ആ കൃമികളുടെ ദേഹമായിട്ട് ഈ ദേഹം തീരും. അതുകൊണ്ട് ഇതൊന്ന് ഓർക്കൂ ഹേ ലക്ഷ്മണ. അതുകൊണ്ട് നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അതുകൊണ്ട് ആർക്കും നന്നല്ല, നല്ലതല്ല ദേഹം ഹേതുവായിട്ടുള്ള മഹാമോഹം. ഇപ്രകാരം ദേഹത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് നീ നല്ലപോലെ വിചാരം ചെയ്യൂ എന്ന് ലക്ഷ്മണനോട് ഉപദേശിക്കുകയാണ് ശ്രീരാമൻ. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. സമ്പന്നതയും കുലമഹിമയും ആഢ്യത്വവും എല്ലാം ശരീരത്തിൻ്റെ അഹങ്കാര സങ്കല്പമാണ്. ജീവൻ പോയാൽ കൈക്കുള്ളിൽ ഒതുക്കാവുന്ന വെണ്ണീറായി മാത്രം മാറുകയാണ് അഹംബോധം നിറഞ്ഞ ഈ ശരീരം. അല്ലെങ്കിൽ ജന്തുക്കൾ ഭക്ഷിച്ച് മലമായി മാറും ആഢ്യത്വത്തിൻ്റെ സങ്കല്പമായി നിന്ന ഈ ശരീരം. അതുമല്ലെങ്കിൽ പുഴുക്കൾ മതിച്ചു വളരുന്ന ഒരിടമായി മാറും കുലമഹിമയാൽ അഹങ്കരിച്ചിരുന്ന ഈ ശരീരം. ശരീര അഹങ്കാരത്തിന്റെ നിരർത്ഥതയെ ചൂണ്ടിക്കാട്ടുകയായിരുന്നു സ്വാമി ചിദാനന്ദപുരി ലക്ഷ്മണ ഉപദേശ വ്യാഖ്യാനത്തിലൂടെ. ഇനി സനാതനധർമ്മം. ഈശ്വര ബോധം വളർത്താൻ 2 മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെക്കുറിച്ചാണ് സ്വാമിനി ഭവ്യാമൃത പ്രാണ ഇന്ന് സനാതനധർമ്മത്തിൽ സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരേ നമഃ. സുഹൃതം സർവഭൂതാന. ആത്മീയ ശാസ്ത്രങ്ങളിൽ 2 തരത്തിലാണ് ഈശ്വരബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ചില സ്ഥലത്ത് ജീവനെ ഈശ്വരൻ്റെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ഈശ്വരനെ തൻ്റെ നിലയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. 2ൻ്റെ ഉദ്ദേശം ഈശ്വര തത്വത്തെ മനസ്സിലാക്കുക എന്നതാണ്. ഇവിടെ ഈശ്വരനെ അഥവാ ഗുരുവിനെ സുഹൃത്തെന്ന് പറഞ്ഞിരിക്കുന്നു. സുഹൃത്തെന്ന് പറഞ്ഞാൽ സർവപ്രാണിനാം പ്രത്യുപകാര നിരപേക്ഷതയാ ഉപകാരണം. പ്രത്യുപകാരം ആഗ്രഹിക്കാതെ സർവപ്രാണികളെയും സഹായിക്കുന്നയാൾ. സാധാരണ സുഹൃത്തെന്ന് പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നയാൾ, നമ്മളോട് താല്പര്യമുള്ളയാൾ, നമ്മുടെ ഇഷ്ടങ്ങളെയെല്ലാം നിറവേറ്റിത്തരുന്നയാൾ, ആപത്തിൽ സഹായിക്കുന്നയാൾ എന്നൊക്കെയാണ്. എന്നാൽ ഇവിടെ പറയുന്ന സുഹൃത്ത് അതല്ല. പിന്നെ ആരാണ് യഥാർത്ഥ സുഹൃത്ത്? നമ്മളെ മനസ്സിലാക്കുന്നയാൾ, നമ്മളെ തിരിച്ചറിയുന്നയാൾ. പരമമായ സുഹൃത്തെന്ന് പറയുന്നത് ഗുരു തന്നെയാണ്. ഗുരു നമ്മുടെ സുഹൃത്തെന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് ഇങ്ങനെയാണ്: ഗുരുവിനോട് നമ്മളോട് നല്ല ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട് എന്നൊക്കെയാണ്. എന്നാൽ ഈ ഇഷ്ടവും സ്നേഹവുമൊക്കെ ലോകത്ത് സ്ഥിരം കാണുന്നതാണ്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം, തിരിച്ച് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം, ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം. എന്നാൽ ആധ്യാത്മികതയിൽ മിത്രതയെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്നേഹത്തിൽ ഒതുങ്ങുന്നതല്ല, അതിനപ്പുറം പോകുന്നതാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെ ആവശ്യം വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? നമുക്ക് സ്വയം നമ്മെ അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ആവശ്യം വരുന്നത്. ഗുരു നമ്മെ ആരാണെന്ന് തിരിച്ചറിയിപ്പിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുന്നതിന് നാം പാത്രമായിരിക്കണം. സാധാരണ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ പെട്ടെന്ന് അതിനെ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ തയ്യാറായെന്ന് വരില്ല. നമുക്ക് അവരോട് ചിലപ്പോൾ ദേഷ്യവും തോന്നാം.
അമ്മ പാടാറുള്ള ഒരു കീർത്തനമുണ്ട്. കണ്ണിനെ കാണുവാനാവില്ല കണ്ണിന്, കണ്ണിൻ പ്രതിച്ഛായ തന്നെ കാണാം. നമ്മുടെ കാഴ്ചയുടെ സവിശേഷത അതാണ്. എല്ലാത്തിനെയും കാണാനും സൂക്ഷ്മമായി പരിശോധിക്കുവാനുമുള്ള ശേഷി കണ്ണിനുണ്ട്. എന്നാൽ കണ്ണിനതിനെ സ്വയം കാണാൻ കഴിയുന്നില്ല. അതിനോട് ചേർന്നിരിക്കുന്ന ഭാഗമായ മുഖത്തെ അതിന് കാണാൻ കഴിയുന്നില്ല. കണ്ണിൻ്റെ ഈ ന്യൂനതയാണ് നമ്മുടെ ബോധത്തിനുമുള്ളത്. അത് ലോകത്തിലെ സർവ്വതിനെയും നിരീക്ഷിക്കും, പഠിക്കും, മനസ്സിലാക്കും. പക്ഷേ സ്വയം തന്നെ അതിന് പഠന വിഷയമാകാൻ കഴിയുന്നില്ല. തന്നെക്കുറിച്ച് പഠിച്ചാൽ താൻ ആരാണെന്ന് തിരിച്ചറിയും. ഇവിടെയാണ് ഗുരുവിൻ്റെ ആവശ്യം വരുന്നത്. അങ്ങനെ തിരിച്ചറിയിപ്പിക്കുന്ന ഒരു സുഹൃത്തായി ഗുരുവിനെ മനസ്സിലാക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഗുരുവിനെ അംഗീകരിക്കുമ്പോൾ, ഗുരുതത്വത്തിനെ അംഗീകരിക്കുമ്പോൾ നാം നമ്മെ തന്നെ അറിയാൻ തുടങ്ങും. അപ്പോൾ മനസ്സിലാകും ഗുരു ഒരു കണ്ണാടി പോലെയാണെന്ന്. കണ്ണാടിയുടെ പ്രത്യേകത എന്താണ്? അത് നമ്മുടെ ഭംഗിയും അഭംഗിയും സൗന്ദര്യവും വൈരൂപ്യവും എല്ലാം വ്യക്തമായി കാണാൻ സഹായിക്കും. പക്ഷേ അവിടെ ഒരു നിയമമുണ്ട്. ആ കണ്ണാടിക്ക് നേരെ അഭിമുഖമായി നിൽക്കണം. അതിന് പുറംതിരിഞ്ഞു നിന്നാൽ ഒരു കാര്യവുമില്ല. അതിന് നേരെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അഭിനയങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല അഭിനേതാക്കളും അഭിനയം പഠിക്കുന്നത് ഈ ദർപ്പണത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണെന്ന് പറയും. അപ്പോഴാണ് നമ്മുടെ ഗോഷ്ഠികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നത്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. ഈ കണ്ണാടിയുടെ സ്ഥാനത്താണ്, സുഹൃത്തിൻ്റെ സ്ഥാനത്താണ് ഗുരുവിനെ നാം കാണുന്നത്. ഗുരു നമ്മുടെ പോരായ്മകളെല്ലാം പുറത്തു കൊണ്ടുവരും. ഗുരു കാണിച്ചു തരുന്ന പോരായ്മകളെ നേരിടാൻ ശക്തിയുള്ളവർക്ക് മാത്രമേ ഗുരുവിനെ സുഹൃത്തായി സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യർ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അവർ സത്യവും മിഥ്യയും തിരിച്ചറിയാതെ, കാപട്യവും യാഥാർത്ഥ്യവും തിരിച്ചറിയാതെ അതിനെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതയാത്ര തുടരുന്നു. കാരണം അവർ സഞ്ചരിക്കുന്നത് തിരിച്ചറിയേണ്ടതായ ആ ശക്തിയുടെ വിപരീത ദിശയിലേക്കാണ്. നമ്മൾ ആന്തരികമായി പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതകളുണ്ട്, അഹങ്കാരമുണ്ട്, ദേഷ്യമുണ്ട്, ഒരുപാട് വിപരീത ഭാവങ്ങളുണ്ടെന്ന്. നമ്മളിൽ നിന്നും ഇതൊന്നും ഒഴിഞ്ഞു പോകാത്തത് എന്തുകൊണ്ടാണ്? അത് നമ്മളിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം വേണ്ട സമയത്ത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ഗുരുവിൻ്റെ ഭൗതികമായ സാമീപ്യം കൊണ്ട് ഒരുവന് കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് ബോധവാനാകാൻ സാധിക്കും. എന്നാൽ പൂർണ്ണമായി ഇതിനെക്കുറിച്ച് ബോധം വരണമെങ്കിൽ ഗുരുവിനോട് ആത്മീയമായ സാമീപ്യം തന്നെ വേണം. ഒരു സുഹൃത്തിനോടെന്ന പോലെ തുറന്ന മനസ്സ് വേണം. അവിടെ പിന്നെ യാതൊരു തരത്തിലുള്ള കാപട്യങ്ങൾക്കും മാലിന്യങ്ങൾക്കും പിടിച്ചു നിൽക്കാനാവില്ല. ആ തിരിച്ചറിവ് എല്ലാ വൈകൃതങ്ങളെയും മാറ്റിക്കളയുന്നു, ശരിയായ വിവേകമുണ്ടാക്കുന്നു. ആ വിവേകം ഗുരുവിൻ്റെ വരദാനമാണ്. ഗുരുവിൽ അത്തരത്തിലുള്ള ഒരു സൗഹൃദം സൃഷ്ടിക്കുന്നവരിലേ അത് വരും. നമ്മുടെ ആപത്തിൽ ഉപകരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന സാധാരണ മിത്രങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹത്തേക്കാൾ കുറച്ചുകൂടി വലിയ സ്നേഹം പ്രകടിപ്പിക്കാം എന്നൊരു സ്ഥാനമല്ല ഗുരു. അതെല്ലാം വെറും വൈകാരികമായ ഭാവങ്ങളാണ്. അങ്ങനെ വൈകാരിക ഭാവത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു തത്വമല്ല ഗുരു. ആ ബന്ധം സംഭവിക്കേണ്ടത് ഈശ്വരദത്തമായ വിവേകത്തിലൂടെയാണ്. ആ വിവേകം ഒരുവൻ്റെ ഉള്ളിലുദിക്കുമ്പോൾ ഗുരു ശിഷ്യനെയും ശിഷ്യൻ ഗുരുവിനെയും തിരിച്ചറിയുന്നു. രണ്ടുപേർ മിത്രങ്ങളായി തീരുന്നത് അവരുടെ സങ്കല്പങ്ങളും ആദർശങ്ങളും ആശയങ്ങളും ഏതാണ്ട് ഒരുപോലെയാകുമ്പോഴാണ്. ആ അഭേദഭാവത്തിലാണ് മിത്രം ശരിക്കും മിത്രമായി തീരുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടം ഒന്നാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ചത് പറയുമ്പോൾ ഗുരുവിൻ്റെ ഇച്ഛ തന്നെയാണ് എൻ്റെ ഇച്ഛ എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഗുരുവിൻ്റെ ഇച്ഛയാണ് തന്നിലൂടെ നിർവഹിക്കപ്പെടുന്നത് എന്ന സ്ഥിതി വരും. ഗുരുവിൻ്റെ വിവേകമാണ് തൻ്റെ വിവേകമായി മാറുന്നത്. ഗുരുവിൻ്റെ ചലനങ്ങളാണ് തൻ്റെ ചലനങ്ങളായി മാറുന്നത്. അങ്ങനെയുള്ളവർ സത്പഥത്തിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. കാരണം അത് ഗുരുവിൻ്റെ മാർഗമാണ്, സത്യസാക്ഷാത്കാരത്തിൻ്റെ മാർഗം. വാസ്തവത്തിൽ ഗുരുവും ഈശ്വരനും രണ്ടല്ല. സനാതനധർമ്മം പറയുന്നത് ഈശ്വരൻ ഒന്നേയുള്ളൂ എന്നാണ്. പലരും ആക്ഷേപിക്കാറുണ്ട്, അനേക ദൈവങ്ങളെ നാം ആരാധിക്കുന്നു, അനേക രൂപങ്ങൾ നാം സ്വീകരിക്കുന്നു എന്നൊക്കെ. പക്ഷേ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ പരമമായ സത്യം ഒന്നേയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ലോകത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. കാരണം ഈ ലോകം ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപമാണെന്ന് അമ്മ പറയുന്നു.
ഈശ്വരനില്ലെങ്കിൽ ലോകമില്ല. ഏകത്വത്തിൽ നിന്നും ഉണ്ടായതാണ് നാനാത്വം. അതുകൊണ്ട് നാനാത്വത്തിനെ നമ്മൾ അംഗീകരിക്കുന്നു, എല്ലാത്തിലും ഈശ്വരനെ കാണുന്നു. ഓം നമഃ ശിവായ. നമ്മുടെ ജന്മലക്ഷ്യത്തെ ബോധ്യപ്പെടുത്തി തരുന്ന ആളാണ് ഗുരു. ഗുരു കണ്ണാടി പോലെയാണ്. കണ്ണാടിയിൽ തെളിയുന്ന രൂപം മനസ്സിലാകണമെങ്കിൽ അതിന് അഭിമുഖമായി നിൽക്കണം. അതുപോലെ ഗുരുവിനോട് അഹങ്കാരരഹിതമായ മനസ്സുമായി നിൽക്കുമ്പോൾ നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി തന്ന് ഗുരു നമ്മെ ഈശ്വരത്വത്തിലേക്ക് നയിക്കുന്നു. ഗുരുകൃപ ലഭിക്കാൻ നമ്മൾ പാകപ്പെടണമെന്നാണ് സ്വാമിനി ഭവ്യാമൃതപ്രാണ ഓർമ്മപ്പെടുത്തിയത്. തുടർന്ന് ദീപാരാധനയ്ക്കായി ക്ഷേത്രസന്നിധിയിലേക്ക്. ഈശ്വരാർപ്പണ മനോഭാവത്തോടെ കർമ്മം ചെയ്യണം. എൻ്റെ കർമ്മത്തിലൂടെ ഞാൻ ഭഗവാനെ പൂജിക്കുകയാണ് എന്ന മനോഭാവം എപ്പോൾ കൈവരുന്നുവോ അപ്പോൾ പ്രസാദബുദ്ധി കൈവരും. അതുകൊണ്ടാണ് ഫലകാമന ഇല്ലാതെ കർമ്മം ചെയ്യുക എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പവും ലളിതവുമാണ് ഈശ്വര അർപ്പണ മനോഭാവത്തോടെ കർമ്മം ചെയ്യുക എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പാരാദിപഞ്ചമനുഭിഃ പരിഗീയമാനം മാനൈരഗമ്യമനിശം ജഗദേകമൂലം സച്ചിത് സമസ്തഗമനശ്വരമച്യുതം തത്തേജഃ പരം ഭജത സാന്ദ്രസുധാംബുരാശിം സാന്ദ്രസുധാംബുരാശിം.